അശോക് സെൽവൻ്റെ സിനിമകളിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ് 2022 ഇറങ്ങിയ നിതം ഒരു വാനം. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് R.A. കാർത്തിക്. സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് നായകനൊരു ഭയങ്കര ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. നായകൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവൻ വായിക്കുന്ന കഥകളിലെല്ലാം ഇവനെ തന്നെയാണ് ഇമാജിൻ ചെയ്യുന്നത്. ഇവൻ തന്നെ അതിൽ നായകനായിട്ട് ഇവൻ സ്വയം ഇമാജിൻ ചെയ്തൊരു ക്യാരക്ടറാണ്. ഇവനൊരു ഡിപ്രഷൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ഒരാൾ ഇവനൊരു സ്റ്റോറി കൊടുക്കുകയാണ്. ഒരു സ്റ്റോറി കൊടുക്കുന്നു, അതിൽ പകുതി വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇവൻ അതിൽ സ്വയം നായകനായിട്ട് മൈൻഡിൽ വിചാരിച്ചുകൊണ്ട് ആ സ്റ്റോറി വായിക്കുന്നു. അതിൻ്റെ പകുതി വരെ ഉള്ളൂ. അതിനുശേഷം ഇതേയാൾ വേറൊരു സ്റ്റോറിയും കൂടെ കൊടുക്കുകയാണ്. ഇങ്ങനെ 2 സ്റ്റോറീസ് ഇവൻ വായിക്കുകയാണ്. ഈ 2നും പകുതി വരെ ഉള്ളൂ. അപ്പോൾ ഇവൻ അതിൻ്റെ ബാക്കി എന്താണെന്ന് അറിയണമെന്ന് ഈ സ്റ്റോറി തന്നെ അയാളോട് ചോദിക്കുന്നു. അപ്പോൾ അവർ പറയുന്നു ഇത് റിയൽ സ്റ്റോറീസാണ്, അപ്പോൾ അതുകൊണ്ട് നീ ഡയറക്റ്റ് പോയി കണ്ടോ. അവരെ ഡയറക്റ്റ് പോയി കാണാൻ പറയുന്നതും അതിനുവേണ്ടി ഇവൻ ഇറങ്ങിത്തിരിക്കുന്നതും അതിനെ ബേസ് ചെയ്ത് പോകുന്നൊരു സിനിമയാണ്. വളരെ മികച്ചൊരു മോട്ടിവേഷണൽ സിനിമ എന്ന് തന്നെ പറയാം. ഇതിൻ്റെ അകത്തെ പല കണ്ടൻറ്റും വളരെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഈ സിനിമ കാണുന്നത്. ഇനി ഞാൻ കാണുകയും ചെയ്യും. കാരണം എനിക്ക് അതുപോലെ ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം, കണ്ടിട്ടൊന്ന് കമൻറ്റ് ചെയ്യും.